പോലെ ബിരിയാണി ഉണ്ടാക്കാൻ എക്സ്പേർട്ട് അല്ലാത്തവരുണ്ടോ? എന്നാൽ ഇങ്ങോട്ട് കുടിക്കും. എപ്പോഴും ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ 3, 4, 5 വീഡിയോ ഒക്കെ കാണും കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ആദ്യം വീഡിയോ ഒന്നും കണ്ടില്ല. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി അങ്ങ് ബിരിയാണി വെച്ചത് കേട്ടോ. സത്യത്തിൽ കാണാനുള്ള ക്ഷമയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ. അപ്പോഴിതാണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയെങ്കിലും ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ബിരിയാണി എപ്രാവശ്യം എനിക്ക് കിട്ടി കേട്ടോ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യാതെ തന്നെ നല്ല സൂപ്പർ ബിരിയാണി. അപ്പോൾ ഞാൻ മട്ടൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നതിനായിട്ട് മട്ടനൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് 5 സവാള എടുത്തു, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തു. വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി പോകുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ ഇത് ഇഞ്ചി എടുത്ത് വെളിയിൽ വെച്ചിട്ട് വെളുത്തുള്ളി ചതച്ചതിന് ശേഷം ഇഞ്ചി എടുത്ത് തിരിച്ചിട്ട് നല്ലപോലെ ചതച്ചെടുത്തു. പിന്നെ 2 മീഡിയം സൈസ് ആളും കൂടെ അരിഞ്ഞ് വെച്ച് നമ്മുടെ ബിരിയാണിക്കുള്ള ഐറ്റംസ് എല്ലാം നട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ വിചാരിച്ച ജോലി തീരില്ലല്ലോ മക്കളെ. പണി നടക്കുന്നതാണ്ട് കുക്കറിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ ഇട്ട് 3 പച്ചമുളക് മാത്രമേ ചേർത്തുള്ളൂ. 10 ചേർക്കുന്നവരുണ്ട്. എരി അധികം ഈ മക്കൾ കഴിക്കത്തില്ല കേട്ടോ. ആ ഒരു കാരണം പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അത് മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ ചേർത്ത് മുളക് പൊടിയും വളരെ കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ. എനിക്ക് ഒരുപാടങ്ങ് ചുമന്നിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ബിരിയാണി. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ കുക്കർ അങ്ങ് അടച്ച് വെച്ച് വേവിക്കാൻ മാറ്റി വെച്ചു. അതേസമയം ഞാൻ കുറച്ച് ചൂടുവെള്ളം ചോറിനായിട്ട് മാറ്റി വെച്ചു. 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിന് 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, പിന്നെ ഏലയ്ക്ക, പിന്നെ ബേസ് ലീഫൊക്കെ ഇട്ട് ഒരു അര സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആ ഒരു റോസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഫുൾ തീയിലിട്ടൊന്ന് വേവിച്ച് അടച്ച് വെച്ചതിന് ശേഷം ആ വെള്ളം എന്താ ഇങ്ങനെ വറ്റി ഹോള് പോലെ ഇങ്ങനെ വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചു. ഈ അടച്ച് വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്തുനിന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതങ്ങനെ അടി പിടിച്ച് പോകും കേട്ടോ. ഇപ്പോൾ ഈ ഒരു അരിക്ക് ഞാനൊരു 2.5, 2.25 വെള്ളം വെക്കാറുണ്ടെങ്കിൽ ഇപ്രാവശ്യം 2 ഗ്ലാസ് വെള്ളം മാത്രമേ വെച്ചുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അധികം അങ്ങ് വേവേണ്ട. നമുക്ക് ദം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേവാനില്ലേ. ആ സമയം ഞാൻ എന്താ ചെയ്യുക, സാധാരണ ചെയ്യാത്തൊരു പരിപാടിയാണ്. ഈ സവാള ഒന്ന് വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കും. അത് എനിക്ക് അത്ര അങ്ങോട്ട് ഞാൻ ചെയ്യലില്ല. സാധാരണ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പേടിച്ചെടുത്ത് ചെയ്യാറില്ല. എങ്കിലും പ്രാവശ്യം ചെയ്തു. ആ സമയം കൊണ്ട് നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു അബദ്ധം പറ്റി കുറേ നേരം വെള്ളത്തിൽ കിടന്നുകൊണ്ടാന്ന് അറിഞ്ഞുകൂടാ. നല്ലപോലെ ഇനി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയുടെ അരപ്പിൽ തൈര് ചേർക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോറ് അധികം വേവാത്തതുകൊണ്ട് അരിയേ നല്ല വെന്തട്ടില്ല. അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പ്രത്യേക ഒരു പാത്രത്തിൽ ദമ്മാക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കും ആ വെള്ളത്തോടെ തന്നെ വറ്റിച്ചൊന്നുമില്ല. ചോറും കൂടെ ചേർത്ത് അങ്ങ് വെച്ച് കൊടുത്തു. കാര്യം അധികം ഒന്നും വെന്തട്ടില്ല കേട്ടോ ചോറ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വെള്ളമുള്ള വലിയ അനുഗ്രഹമായി. അതുകൊണ്ട് അത് കൂടെ വെച്ച് അങ്ങ് അടച്ചു വെച്ചു കേട്ടോ. ഞാൻ ഈ മറ്റേ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒന്നും ഇട്ടില്ല ദമ്മാക്കാൻ നേരം. കാര്യം അതൊന്നും ഞാൻ ചെയ്തില്ല. ഇതിൻ്റെ കൂടായി പോയി. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ദാണ്ട് സെപ്പറേറ്റ് ആക്കി മറ്റേ ദമ്മാക്കാൻ വെച്ചേക്കുമായിരുന്നു. എല്ലാവരും മീഡിയം തീ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ദമ്മാക്കുന്ന സ്ഥലത്ത് ഞാൻ ഫുൾ തീ ഇട്ടാണ് ദമ്മാക്കാൻ വെച്ചേക്കുന്നത്. അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു. ചോറും വേവാനുണ്ടായിരുന്നു. എല്ലാം കൂടെ സെറ്റായി വന്നപ്പോഴത്തേക്കും ചോറും വെന്ത് ഇറച്ചിയില്ല വെള്ളവും പറ്റി സൂപ്പർ ബിരിയാണി ആയിട്ട് കിട്ടുകയും ചെയ്തു. എല്ലാം കൊണ്ടൊരു അലുകുലത്ത് പരിപാടിയായിരുന്നെങ്കിലും ഫൈനൽ റിസൾട്ട് എന്തായാലും സൂപ്പറായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ.